നമസ്കാരം. നമ്മുടെ ചോട്ടൂസ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി അല്ലേ? അപ്പം 4 വർഷം എന്ന് പറയുമ്പം പിന്നെ എന്താ സുഖവും ദുഃഖവും ഒക്കെയുള്ള സന്തോഷവും ഒക്കെയുള്ള 4 വർഷങ്ങൾ. നമ്മുടെ ചോട്ടുവിൻ്റെ വിയോഗം ഒരു വല്ലാത്ത നഷ്ടമായിരുന്നു. ഭയങ്കര ദുഃഖം. അത് നമുക്കും നമ്മുടെ കാഴ്ചക്കാർക്കും നമ്മുടെ വ്യൂവേഴ്സിനും ഒക്കെ ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു ചോട്ടുവിൻ്റെ വിയോഗം. പിന്നെ അതിനുശേഷം ഇവർ രണ്ടുപേരും വന്നപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവറായി. ഇപ്പം പിന്നെ ഇവർ രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെയാണ് ചോട്ടൂസ് വ്ളോഗിലുള്ളത്. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു സ്റ്റോറി പറയുക. കാര്യം ലിയോയുടെ കാര്യം. ലിയോയെ ഞാൻ ചൂട് കാലമായി, അതുകൊണ്ട് ഞാനൊന്ന് പിന്നെ രോമം ഒന്ന് വെട്ടി ഒതുക്കിയതാ. അത് ഒതുക്കിയപ്പോ ഒന്ന് ചെമ്മരിയാണ്ട് അല്ല അവര് എന്തോ ഒരു ലെവല് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് പേര് കമന്റിലൂടെ പരാതി പറഞ്ഞു. അപ്പം ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇനി കൊണ്ടുപോകുമ്പം നമുക്ക് പിന്നെ ഗ്രൂമിങ് സെന്ററിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് വളർന്നതിന് ശേഷം മാത്രം മതി. പിന്നെ അവന്റെ എല്ലാം പോയി. അവന്റെ സൗന്ദര്യം എല്ലാം കളഞ്ഞു പിടിച്ച്. പിന്നെ എല്ലാരും പറയുന്നത് പോലെ പിന്നെ എന്താ ലിയോ വളരെ അലസനാണ്, ലേക്ക ഭയങ്കര ആക്റ്റീവാണ് എന്നൊക്കെ പലരും കമന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. ലേക്കയെ സംബന്ധിച്ചിടത്തോളം ലേക്ക അവരുടെ ബ്രീഡിന്റെ പ്രത്യേകതയാണത്. അവള് ബെൽജിയം മാലിനോയ്സ് ആണ്. ഒരു സമയം പോലും പിന്നെ അടങ്ങിയിരിക്കില്ല. എപ്പോഴും അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, വലിയ പ്രശ്നക്കാരാണ് ഈ ബെൽജിയം മാലിനോയ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിന്നെ ഇവര് കയ്യിൽ കിട്ടുന്നത് എന്ത് കടിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര അഗ്രസീവാണ്. അങ്ങനെയൊക്കെയുള്ള പലരും പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ലേക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. കടിച്ച് നശിപ്പിക്കില്ല എന്ന് പറയുന്നില്ല. അവളുടെ കളിപ്പാട്ടങ്ങൾ അല്ലേ, അവളുടെ സാധനങ്ങൾ, അവളുടെ കളിപ്പാട്ടങ്ങൾ മുഴുവൻ കടിച്ച് നശിപ്പിക്കും. ബോളായാലും പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ചിരട്ട, തേങ്ങ, കുപ്പി, ഇതല്ലാതെ വേറെ ഒരു സാധനവും എന്ത് സാധനം കിടന്നാലും അവൾ എടുക്കില്ല. കാര്യം ഇവിടെ മക്കളുടെ ഇയർഫോൺ, പിന്നെ അതിന്റെ പിന്നെ ചാർജറും മറ്റു കാര്യങ്ങളും ഒക്കെ കട്ടിലെ മേശയിലും അവിടെ ഒക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. എല്ലാം അവിടെ ഇവിടെ ഇട്ടിരുന്നാലും അവൾ ആ സാധനത്തിൽ തൊടത്തില്ല. ഇപ്പം ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചൊരു കാര്യം, കുറെ ദിവസമായിട്ടൊരു ടേപ്പ്, പിന്നെ നമ്മൾ അളക്കുന്ന ടേപ്പ് അവിടെ കിടക്കുകയാണ്. ഇതുവരെയും അവൾ അതിൽ തൊട്ടിട്ടില്ല. കാര്യം അവക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മാത്രം മതി, അല്ലാതെ വേറെ ഒരു സാധനവും എടുക്കത്തില്ല, നശിപ്പിക്കത്തില്ല. അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട്. പിന്നെ മറ്റൊരു നല്ല സ്വഭാവം, ലേക്ക് വിശ്വസിച്ച് നമുക്ക് എവിടെയും കൊണ്ടുപോകാം. ആരുമായിട്ടും അവള് പിന്നെ ഉപദ്രവിക്കാൻ നിൽക്കത്തില്ല. ആരെയും ഉപദ്രവിക്കില്ല, ആരെയും മൈൻഡ് ചെയ്യത്തുമില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നാലും ഇത് തന്നെയാണ് സ്വഭാവം. അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കളിക്കാനൊക്കെ വരും. പക്ഷെ പോയിട്ട് പിന്നെ വന്നാലും നിങ്ങൾ അവളെ അറിയില്ല, മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പരിചയം അവളെ കാണിക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ അടുത്തും പരിചയം, ഈ വീട്ടിലുള്ളവരല്ലാതെ വേറെ ഒരു മനുഷ്യൻ്റെ അടുത്തും ഒരു പരിചയവും ലേക്ക കാണിക്കത്തില്ല. ഇതിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ലിയോ. അവനെ ഒരു 2 പ്രാവശ്യം അവനെ വന്ന് കണ്ട് അവൻ്റെ അടുത്ത് കാര്യവും പറഞ്ഞ് സ്നേഹമൊക്കെ കാണിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എവിടെ വെച്ച് എപ്പോ കണ്ടാലും ശരി തന്നെ കെട്ടിപ്പിടിച്ച് മറിച്ചിട്ട് സ്നേഹിച്ച് കൊല്ലും. അതാണ് ലിയോയുടെ പ്രത്യേകത. ഭയങ്കര സങ്കടമാണ്. ആരെങ്കിലും വന്നിട്ട് പോകുമ്പോ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോ കാണുന്ന ഉത്സാഹം പോകുമ്പോ കാണിക്കത്തില്ല. പിന്നെ നമ്മുടെ 4 വർഷത്തെ മറ്റൊരു ഏറ്റവും പിന്നെ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ നമുക്ക് പറ്റിയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ ചാനലിലൂടെ ഇവരുടെ കളികളും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് പേര് കണ്ടിട്ട് ഈ കൂട്ടിലടയ്ക്കപ്പെട്ടിരുന്ന ഈ വിഭാഗത്തെ അവർ തുറന്നുവിടാൻ തുടങ്ങി.
ഇവരുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി. ഇപ്പം പിന്നെ ഈ ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആന കയറാമലയാണെന്ന് ധരിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്കൊന്നും പറ്റത്തില്ല, ഇവരെ കൂട്ടിലടച്ചിട്ട് കാവലിനിരുത്തുക. അങ്ങനെ ചിന്തിച്ചിരുന്ന കുറച്ച് ആളുകൾ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ശ്രമം തുടങ്ങി. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് അക്കാര്യം പറഞ്ഞിട്ട്. അവരുടെ പപ്പികൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം പിന്നെ അതായത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിനപ്പുറം നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഇവരെ നമ്മളുടെ നേരം പോക്കനും അവരോടൊപ്പം നമുക്ക് കളിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടും. ആ സമയം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് പിന്നെ വൺ വേർഡ് കമാൻഡ്, ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുള്ള കമാൻഡ് കൊടുക്കുന്നതിനപ്പുറം നമ്മൾ വാചകങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു രീതിയാണ് നോക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവളത് പിന്നെ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നൊരു രീതി ഇവരുടെ രണ്ടുപേരുടെയും. ഇപ്പം അത് എടുത്തോണ്ട് വാ എന്ന് പറയുന്നതിന് പകരം ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, നീ പോയി എടുത്തോണ്ട് വാ എന്ന് പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ലയിക്കഞ്ഞ് വന്നേ, ലയിക്കഞ്ഞ് വന്നേ, മക്കളെ ചെന്നേ. നിന്റെ ബോൾ നീ എവിടെ കൊണ്ട് കളഞ്ഞേ? വേണ്ട, അച്ഛൻ പറഞ്ഞുതരാം. വെള്ളം കുടിയൊക്കെ വന്നു. എവിടാന്ന് അറിയത്തില്ല. വന്നേ അച്ഛൻ പറയാം. വന്നേ പറയട്ടെ. അച്ഛൻ മക്കൾ അവിടെ ഇരുന്ന് പറയാം. അച്ഛൻ പറഞ്ഞുതരാം. അവിടെ ഇരിക്കേ, പറഞ്ഞുതരാം. ശ്രദ്ധയോടെ കേൾക്കണം. ഇരിക്കെ. നമ്മുടെ കാറിനകത്ത് സീറ്റിന്റെ അടിയിൽ നിന്റെ ബോളുണ്ട്. കാറിന്റെ സീറ്റിന്റെ അടിയിൽ നിന്റെ ബോളുണ്ട്. പോയി നോക്കിയാണ്. കാറിനകത്ത് സീറ്റിന്റെ അടിയിലുണ്ട് നിന്റെ ബോള്. കയറി നോക്ക, കാറിനകത്ത് കയറി നോക്കേ. ഇല്ല, അതിനകത്ത് ഇട്ടതായിട്ട് അവൾക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനകത്തൊരു ബോൾ അവളെ കൊണ്ട് ഇട്ടിട്ടുണ്ട് നേരത്തെ. അഞ്ച് ഒരു കാര്യം ചെയ്യും. അപ്പൊ അതിനകത്ത് അവൾക്ക് ഓർമ്മയില്ല. അവിടെ ആ കോർണറില് അവിടെ അല്ല അവിടെ മേലെ ചെടിയുടെ മേലെ നോക്കിയേ. ആ മൂലയ്ക്ക് നോക്കിയേ. കിട്ടിയാ? കിട്ടി. വാ കൊണ്ടുപോവാ. അത് തന്നെ, ഇത് അവൾക്ക് കളഞ്ഞു പോയൊരു പന്താണ്. കുറെ നേരമായിട്ട് തപ്പി കിടക്കാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വിട്. ഇതല്ല വേറെ ബോളുണ്ട്. മഞ്ഞ ബോൾ എന്തിയെ? മഞ്ഞല്ല, അതല്ല. ഇനി വന്നേ ലേക്ക്. ആ കാറിനകത്ത് ഒരു ബാളുണ്ടടി. കാറിനകത്ത് കേറി നോക്കിയേ. കേറി. ബോൾ കിട്ടിയാ? കൊണ്ടുവാ. കിട്ടി. അവിടെയും പന്ത് കിട്ടിയല്ലോ. അപ്പം ആവശ്യം പോലെ കിട്ടി. ഇനി എല്ലാം കൊണ്ട് കളയണം കേട്ടാ. അവിടെ രണ്ട് പന്തും കിട്ടി. ഇനി മഞ്ഞ മഞ്ഞ ഒരു ബോളുണ്ടല്ലോ. ആ തെങ്ങിന്റെ ഒട്ടി കിടപ്പുണ്ട്. എടുത്തോളൂ. മഞ്ഞ പന്ത് തെങ്ങിന്റെ ഒട്ടി നിന്ന്. ആ തെങ്ങിന്റെ അവിടെ കുറച്ചുകൂടെ മുമ്പോട്ട്. തെങ്ങിന്റെ അടുത്ത് നോക്ക്. തെങ്ങ് കുഞ്ഞു കിടക്കുന്നവിടെ തെങ്ങിന്റെ അടുത്ത് നോക്കി. എടുത്തോണ്ടോ, കൊണ്ടുവാ. മഞ്ഞ ബോള് കിട്ടി. ഇനി പോയിട്ട് അവിടെ തന്നെ ആ വലിയ ബോളുണ്ടല്ലോ. വലിയ ബോൾ എടുത്തോണ്ടോ. വലിയ ബോളുണ്ടല്ലോ. തെങ്ങിന്റെ അവിടെ കിടപ്പുണ്ട്. കിടക്കുന്നേ. തെങ്ങിന്റെ അവിടെ കിടക്കുന്നു വലിയ ബോള്. വലിയ പന്തി കൊണ്ടുവാ. എടുത്തോണ്ടോ. അപ്പം അവക്കുള്ള എല്ലാ ബോളും കിട്ടിയല്ലേ? ഇപ്പൊ ഇത്രയും ബോളുകളാണ്. ഇതെന്തായാലും ഇതുള്ളത് കൊണ്ട് പിന്നെ എന്നിട്ടും കടിയില കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ബ്രീഡിന്റെ ഒരു പിന്നെ പ്രത്യേകതയാണ്. അവര് കടിച്ച് പറിച്ച് എന്ത് കിട്ടിയാലും കടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. ഇപ്പം ലിയോയെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്തോട് ശ്രദ്ധിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചെയ്യും. എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. പിന്നെ അവൻ ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, അവൻ എണീക്കുന്നതിന് മുമ്പ് ഇവിടെ ഇത് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അവൻ അലസത കാണിക്കുന്നത്. ഇപ്പം നമുക്ക്
അവൻ്റെ അടുത്തും പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാം അല്ലേ? അപ്പം പിന്നെ എന്തുവാ ലിയോ പറഞ്ഞാ കേക്കോ? പറഞ്ഞാ കേൾക്കും. പറഞ്ഞാ ചെയ്യുവോ? ലിയോ കൂട്ടാ, ലിയോ കൂട്ടോ, ലേക്ക് അവിടെ ഇരിക്കണം. ലേക്കല്ല ലിയോ. ലിയോ അല്ല ലേക്ക അല്ല ലിയോ. ലിയോ ലിയോ മോ പന്തിന് എടുത്തോണ്ട് വന്നേ. നീ അല്ല. ലിയോ കൂട്ടുമ്പോ പന്ത്രണ്ടിനോ? ലിയോ മേലെ ചിക്കൻ പന്ത്രണ്ടിനോ? ആ പന്തിന് എടുത്തോണ്ടോ? എന്റെ മോൻ പോയി പന്ത്രണ്ടിന് എടുത്തോണ്ട് വരത്തില്ല. എന്റെ മോൻ എടുത്തോണ്ട് വരും. എന്റെ മക്കൾ പോയി പന്ത്രണ്ടിന് വരും. ലിയോ അവൻ ലിയോ നീ പോയി ചിക്കൻ എടുത്തോണ്ട് വന്നേ. എനിക്കിപ്പൊ പന്ത് പന്തല്ല, എന്ത് വേണമെങ്കിലും ഇപ്പൊ വരും. മക്കളെ ഇന്ന് പന്ത്രണ്ടിനോ ചിക്കൻ തരാം. ലേക്ക അമ്മ അവർ പോയിട്ട് ഇതുവരെയും കണ്ടില്ലല്ലേ? അമ്മ എന്ത് ചെയ്യുന്നു നോക്കിയാ? പോയി പിടിച്ചോണ്ടോ? അമ്മയെ വിളിച്ചോണ്ടോ? ബോൾ അവിടെ വെച്ചിട്ട് പിടിച്ചോണ്ടോ? അതെന്തോ അവനെന്തോ കാര്യസാധ്യത, ചിക്കന്റെ മണം വന്ന് കാര്യസാധ്യതയാണ്. അതാണ് ലിയോ പിടിക്കുന്നത്. അവൻ അതിന്റെ മണം വന്നത് തന്നെ. നീ എന്താ പറഞ്ഞാലും അവൻ കേൾക്കും. അവന് അവിടെ ചിക്കൻ കണ്ട് അവിടെ നീ പറയോ? ബഹു ബോളെന്ന് പറയോ? പറയത്തില്ല. ആ ബോളിന് എടുത്തോണ്ട് വരുമോ? അതെ, ഇല്ല ബോൾ എടുത്തോണ്ട് വരുമോ? ഓ വലിയ പാടാണ്. കൊണ്ടുപോവാ. കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ തരണം. അച്ഛൻ്റെ കയ്യിൽ തരണം. കൈ കൊടുക്കും. അതരാം. എന്താ നോക്കിക്കുന്നത്? എടുത്തോണ്ട് വരാനായിരിക്കും ചിക്കൻ എടുത്തോണ്ട് വരാനാ. ഞാൻ എടുത്തോണ്ട് വരാം. ചിക്കൻ എടുത്തോണ്ട് വരാം. പറഞ്ഞാ കേക്കുവോ? പറഞ്ഞാലൊക്കെ കേൾക്കും. നീ കടിച്ച് കടിച്ച് എന്തുവാ ഇങ്ങനെ? അത് നിറയെ കൈ കൊണ്ട് ഓടാൻ പറ്റാത്ത തുപ്പല. ഇതേണ്ട, ഇതെന്ത് പടിയത്? ലേക്ക അയ്യേ, കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വന്നേ. ലേക്ക് കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വന്നേ. വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വാ. വൃത്തിയായിട്ട് കഴുകണം. നോക്കട്ടെ കഴിയും. ഇനി വേണമെങ്കിൽ അറിയാം. ഇതിനകത്തെല്ലാം എന്തൊക്കെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കഴിവണ്ട. എറിഞ്ഞേണ്ടേ? എറിയണ്ടേ? ഓ, നീ അങ്ങനെ ആക്കുന്നത് കൊണ്ടാണ് കഴിവാൻ പറയുന്നത്. ഇച്ചിരി പൊറോട്ടയല്ലേ? കുറച്ചുകൂടെ പൊറോട്ടയല്ലേ? കുറച്ചുകൂടെ പൊറോട്ടയല്ലേ? അപ്പൊ ഇത് പിന്നെ ഇതിപ്പം പിന്നെ ഞങ്ങളുടെ നാടൻ ട്രെയിനിങ്ങിന്റെ ശൈലിയാണ്. അതായത് വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം അതായത് ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയോട് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതേ രീതിയിൽ അവരോട് സംസാരിക്കുക. അപ്പോൾ ആ 5 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവരും ചെയ്യും. ഇവിടെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഒരു പിന്നെ ആ രീതിയിൽ നമ്മളെ പിന്നെ ഈ അവരോടൊപ്പം കളിക്കാനും സമയം പോകാനും ഒക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയുന്നോ അതൊക്കെ അവർക്ക് മനസ്സിലാവും. അതൊക്കെ പരമാവധി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഉള്ള ഒരു പിന്നെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെടൽ തോന്നത്തില്ല. ഇവിടെ ആരും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് വർത്തമാനവും പറഞ്ഞ് അവരുടെ കളികളും കണ്ട്
പിന്നെ നമുക്ക് കൂടെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ ഞാൻ രാവിലെ വാഴക്കൂമ്പ് കുടിക്കാൻ നിന്നപ്പോഴേ കുടിച്ചിട്ടപ്പോഴത്തേക്കിനും ഇനി മാറി നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞേക്ക് ആ വാഴക്കൂമ്പിങ് എടുത്തോണ്ട് ഉടനെ ഓടിച്ചെന്ന് ആ വാഴക്കൂമ്പ് എടുത്തോണ്ട് എന്റെ കൈ കൊടുക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ താഴോട്ട് എനിക്ക് ഇറങ്ങാൻ വയ്യ, കുഴിയല്ലേ. അത് തന്നെ തേങ്ങ അതുപോലെ തേങ്ങയൊക്കെ താഴെ അടത്തുന്ന വഴിക്ക് താഴെ വീണ് കഴിഞ്ഞാൽ മക്കളെ ഞാൻ എടുത്തോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോണ്ട് വരും, പുള്ളി പോയി എടുത്തോണ്ട് തരും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അതൊക്കെ യവൻ ഒരിച്ചിരി മടിയൻ അക്കാര്യത്തിൽ. ഇവളോടുള്ളത് കൊണ്ടാണ്. അവൻ ഇവളില്ലാത്തൊരു സന്ദർഭത്തിലാണെങ്കിൽ അവൻ നല്ല ആക്റ്റീവാണ്. അവള് ചെയ്യട്ടെന്നാ എവിടെ അങ്ങ് മുറിയിൽ അടച്ചിട്ടാലും ആ സമയത്ത് അവള് നല്ല ആക്റ്റീവ് ആയിരിക്കും. അവളുണ്ടല്ലോ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്തുവാ ചിക്കൻ കൊണ്ടുവന്നല്ലോ. ഇനി ലിയോടെ ആ മുഖത്തെ പാവം കണ്ടോ, പാവം അങ്ങ് മാറി. ലിയോടെ പാവം മൊത്തത്തിൽ മാറി. ലിയോ എണീറ്റിരിക്കും. എണീറ്റിരിക്കും. പറയണ്ട പോന്ന് പറയാൻ രണ്ടു പ്രാവശ്യം ഇതാണ് ലിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലേക്ക് അങ്ങനൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു നിമിഷം കൊണ്ട് ഈ ഒരു സാധനം അയ്യോ അച്ഛൻ്റെ പിടിച്ചോടിച്ചോണ്ട് പോയി. ഇപ്പൊ ഞാൻ തിന്നും. ഓ ഞാൻ തിന്നിട്ടാ ഇത് എന്റെയാ, ഞാൻ തരും. തരത്തില്ല, ഇല്ല തരത്തില്ല. കൊച്ചിന് ഇവിടുത്തെ ആ ഒരു ഇതാ അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അവൾക്ക് കളിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവന് വല്ലോ രുചികരമായിട്ട് തിന്നണം. അതായത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം എന്താ പറയുന്നേ, അങ്ങനെ 2 പ്രാവശ്യം പറയണം. 3 പ്രാവശ്യം പറയാൻ പറഞ്ഞു. 2 വട്ടം 3 വട്ടം പറയാൻ. 3 വട്ടം 4 വട്ടം പറയണം. ചോട്ടിനുള്ള കവുന്നു 4 വട്ടം പറയണം. കൈ 4 വട്ടം പറയണം. ഒന്നുകൂടെ. അപ്പൊ അവന് എണ്ണ പഠിച്ചേട്ടാ. ഞാൻ എവിടെ നോക്കിക്കുന്നേ. അയ്യോ ഞാൻ ഉണ്ടാത്തോണ്ട് എനിക്ക് കിട്ടാ. എല്ലാത്തിനും പറയണം എനിക്ക് തരാൻ. ഇതാണ് അഞ്ച് പ്രാവശ്യം ഇതോടെ കൊടുക്കട്ടെ. ലിയോ ഇത് അവിടെ എന്തുവാ? ഒന്നുമില്ല. ഇങ്ങോട്ട് പറഞ്ഞിട്ട് 5 പ്രാവശ്യം പറയണം. 5 പറയും. ബൗ 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 ബൗ. എണ്ണ പഠിക്കുക, എല്ലാം പഠിക്കും. ചിക്കൻ ഉണ്ടോ, എന്ത് കാര്യം ഇനി ഇരിപ്പില്ലേ? ഒന്നുകൂടെ എടുത്തോ. മക്കളുടെ അടുത്തും പറയാം. അപ്പം ഇതാണ് ലിയോയും ലേക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആരും ലിയോ അലസനാണ് അല്ലെങ്കിൽ ലിയോ പിന്നെ എന്തെന്നാ ഒന്നും ചെയ്യാത്തവനാണ് എന്നൊന്നും വിചാരിക്കരുത്. അവൻ്റെ ആ ഒരു ബ്രീഡിൻ്റെ സ്വഭാവമാണത്. അവർ പൊതുവെ ഇച്ചിരി പതിങ്ങി കിടക്കുന്നവരാണ്. പിന്നെ അതിൻ്റെ കൂടെ ലിയോയ്ക്കും വേണം. ഉണ്ട്. പുതിയ നോക്കുന്നുണ്ടോ? ലേക്ക ബൗ പറയും, ഉറക്കെ പറയണം. ബൗ ഉറക്കെ പറയും. ബൗ അങ്ങനെ പറ്റത്തില്ല. ബൗ ഉറക്കെ പറയണം. അങ്ങനെ ലിയോ ഉറക്കെ പറഞ്ഞേ. അവന് ഉറക്കെ പറയത്തുള്ളൂ. ലിയോ എന്താ പറയുന്നേ? ബൗ ഒന്നേ ലിയോ 2 ചിക്കൻ തീർന്നു കറി ഉണ്ടാക്കിയുണ്ട്. ഇതിപ്പോ വെറുതെ നിങ്ങളെ ഒന്ന് പിന്നെ സീപ്പാക്കാൻ വേണ്ടി
ഇച്ചിരി ഉണ്ടാക്കിയതാണ്. എല്ലാ ദിവസവും അവർക്ക് ഫുഡിൻ്റെ ഒപ്പം ചിക്കൻ ഉള്ളതാണ്. എന്നാലും ലിയോ ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ കണ്ടാൽ നമുക്കുള്ള കൺട്രോൾ പോകും. ലിയോ മടിയനാണെന്നൊക്കെ ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായല്ലോ ലിയോയുടെ മടി എന്താണെന്ന്. മടി ഇതാ. ആ ഇതാ ഓക്കെ. ചിക്കൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ലിയോ എല്ലാത്തിനും ഓക്കെ. പിന്നെ ഈ ലിയോ എല്ലാവരുമായിട്ടും എന്തുവാ അടുത്ത ഒരു സ്നേഹബന്ധം പുലർത്താൻ പറ്റിയ ആളാണ്. എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ്. അവനെ 1-2 ദിവസം കാണുന്നിടത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് അവന്. ലേഖയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. എന്ന് പറഞ്ഞിട്ട് ആരും ഉപദ്രവിക്കില്ല. അവക്ക് ലേഖയെ സംബന്ധിച്ചിടത്തോളം ലേഖയ്ക്ക് ഭീഷണി അല്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ അവൾ ആരും ഉപദ്രവിക്കത്തില്ല. നേരെ മറിച്ച് അവൾക്ക് ഭീഷണി ഉണ്ട് എന്ന് തോന്നിയാൽ അവൾ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കും. കാര്യം ഒരാൾ ഒരു കമ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ലേഖയുടെ ശരിയായ സ്വഭാവം കാണിക്കും. അല്ലെങ്കിൽ ഏത് ആൾക്കൂട്ടത്തിലും നമുക്ക് ലേഖയെ കൊണ്ടുപോകാം. പക്ഷെ അതുപോലെ ലിയോയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലിയോയെ കൊണ്ടുപോയാൽ ലിയോ ഒരു സംശയ രോഗിയാണ്. കാര്യം പിന്നെ പുറത്ത് കൊണ്ടുപോയി കഴിയുമ്പം ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ, എൻ്റെ കൂടെയുള്ളവരെ എൻ്റെ അടുത്തേക്കോ ബിന്ദുവിൻ്റെ അടുത്തേക്കോ ആരെങ്കിലും വരുന്നു എന്ന് അവന് സംശയം തോന്നിയാൽ അവൻ അറ്റാക്കിന് ശ്രമിക്കും. അതുകൊണ്ട് ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് ലിയോയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലേഖയ്ക്ക് അങ്ങനത്തെ വിഷയമേ ഇല്ല. നമുക്ക് ഭീഷണി ഉണ്ടാവരുത്, അത്രയുണ്ട്. നമുക്കെന്ത് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയണം നമുക്ക് ഭീഷണിയുണ്ട്, നീ അറ്റാക്ക് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തിരിക്കും. അല്ലെങ്കിൽ അല്ലാത്ത സന്ദർഭത്തിൽ അവൾ ഒരു ഭീഷണി ഒരു കാര്യത്തിനും അവൾ പോകത്തില്ല. അത് അവരുടെ ബ്രീഡിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങളാണ് ഈ 4-ാം വർഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എനിക്ക് പിന്നെ അവരുടെ പെറ്റിൻ്റെ വീഡിയോകളൊക്കെ അയച്ചു തരാറുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീഡിയോകൾ, ചെറിയ വീഡിയോകൾ, ആ വീഡിയോകൾ 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകളായിട്ട് എടുക്കുക. നിങ്ങളുടെ പെറ്റിൻ്റെ ഏതെങ്കിലും ഇത്തരം ആക്ടിവിറ്റീസ്, അവരുടെ കളികളോ കാര്യമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തന്നാൽ നമുക്കുള്ള വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം, അല്ലേ? അപ്പം അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. പിന്നെ ആ നമ്പറിലേക്ക് നിങ്ങൾ പിന്നെ 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ വയ്ക്കുക. അപ്പോൾ ക്യാമറ ചരിച്ച് പിടിച്ച് വീഡിയോ എടുക്കുക. പിന്നെ ഡോക്യുമെൻ്റായിട്ട് അയച്ചാൽ അതൊരു പിന്നെ നല്ല സൗകര്യമായിരിക്കും. നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി അതുപോലെ കിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ നമ്മളുടെ വീഡിയോയിലൂടെ മറ്റുള്ളവരെ അറിയിക്കാം. അപ്പം പിന്നെ വീഡിയോ അയക്കുമ്പം പിന്നെ അയക്കുന്ന ആളിൻ്റെ പേര്, നിങ്ങളുടെ പെറ്റിൻ്റെ പേര്, ഇതൊക്കെ കൂടെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.